നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നതിൻ്റെ 10 ലക്ഷണങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നെസ്. സമയം വേസ്റ്റാക്കാൻ പാടില്ല എന്ന് എല്ലാവരും എപ്പോഴും നമ്മളോട് പറയാറുണ്ടെങ്കിലും അടുത്ത സെക്കൻഡ് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മതി, നമ്മൾ പിന്നെ ഫോണിൽ തന്നെ മുഴുകിപ്പോകും. ഇതിന് കാരണം നമ്മുടെ തലച്ചോറിൽ ആവശ്യമില്ലാതെ അമിതമായി ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുവാൻ വേണ്ടിയായിരിക്കും ഫോൺ എടുക്കുക, എന്നാൽ അത് മാത്രമല്ലാതെ മറ്റെല്ലാ വീഡിയോകളും നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ഫോൺ, ലാപ്ടോപ്പ് എന്നിങ്ങനെയുള്ള അനവധി ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിവെക്കുന്നുണ്ടെങ്കിലും പതുക്കെ അത് നമ്മളെ അടിമയാക്കി മാറ്റുകയും നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെയാക്കി ജീവിതത്തെ വേസ്റ്റാക്കി തരികയും ചെയ്യും. ഫോണും ഇന്റർനെറ്റും എല്ലാം നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാം. എന്നാൽ അതുമാത്രമല്ലാതെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വേസ്റ്റാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമയത്തെയും വേസ്റ്റാക്കുന്ന 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഓവർ സ്ലീപ്പിംഗ്. നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി എത്ര സമയമാണ് ഉപയോഗിക്കുന്നത്? ഉറങ്ങിയ ശേഷം രാവിലെ എണീക്കാൻ തോന്നാതിരിക്കുന്നത്, അതുപോലെ രാവിലെ എണീച്ചാൽ തന്നെ വീണ്ടും കുറച്ചു നേരം കൂടെ ഉറങ്ങണമെന്ന് തോന്നുന്നത്, ഇതെല്ലാം നമ്മളൊരു മടിയനാണെന്നുള്ളതിൻ്റെയും അതുപോലെ പുവർ സെൽഫ് കൺട്രോളിൻ്റെയും ലക്ഷണങ്ങളാണ്. സത്യത്തിൽ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അല്ല, കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങിയപ്പോൾ എന്ത് വരാനാ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മളെ വീണ്ടും കിടത്തി ഉറക്കാൻ നമ്മുടെ തലച്ചോറ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാരണം നേരത്തെ എണീക്കണം എന്നുള്ളതിന്റെ ഒരു മോട്ടിവേഷൻ പോലും നമ്മളിൽ ഉണ്ടാവുകയില്ല. അധികമായി ഉറങ്ങിയാൽ, ഉദാഹരണത്തിന് ഒരു 11 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഒരുപാട് സമയം കിടന്നുറങ്ങിയത് കാരണം ഒരു ദിവസവും ഒരാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടും. ജോലി ചെയ്യാനുള്ള സമയവും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അധിക സമയം ഉറങ്ങുന്നത് കാരണം ജോലി ചെയ്യാൻ പോലും വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിൽ തന്നെ പ്രൊഡക്ടിവിറ്റിയോടുകൂടി ജോലി ചെയ്യുന്നത് വളരെ കുറച്ച് സമയമായിരിക്കും. നിങ്ങളുടെ സമയത്തെ കൺസ്ട്രക്റ്റീവായി യൂസ് ചെയ്യുവാനും കഴിയില്ല. നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ തന്നെ തകർന്നു പോകും. നിങ്ങൾ നിങ്ങളെ തന്നെ മടിയനാക്കി മാറ്റുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു ദിവസത്തിലെ പകുതി സമയവും വേസ്റ്റായി പോവുകയും ചെയ്യും. മനസ്സിലായോ? എങ്ങനെയാണ് ഉറക്കം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്? എങ്ങനെയാണ് മോർണിംഗ് ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക? അതിനൊരു വഴിയുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കണം. നിങ്ങളെ ബെഡിൽ നിന്ന് എങ്ങനെയെങ്കിലും എണീപ്പിക്കുവാൻ വേണ്ടി രാവിലെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി ടൈം സെറ്റ് ചെയ്ത് വെക്കണം. ഇനിയും കുറച്ചു നേരം ഉറങ്ങാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ എണീച്ചാൽ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാം എന്ന തോന്നൽ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാകണം. ഇങ്ങനെ ഒരു തവണ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉറങ്ങണം എന്നുള്ള തോന്നൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു മോർണിംഗ് മോട്ടിവേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തമാകണം എന്ന ചിന്ത വരുമ്പോൾ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് അധികമാണെന്ന് തോന്നുകയാണെന്നിരിക്കട്ടെ. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ടി ജിംനേഷ്യത്തിലേക്ക് പോകുവാൻ വേണ്ടി നിങ്ങൾ രാവിലെ എണീക്കും. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം പറയട്ടെ. റീലെവലിനെ കുറിച്ചാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ജോലി സ്വന്തമാക്കുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? അതുകൊണ്ടാണ് ജോബ് ഓഫർ ചെയ്യുന്ന ഈ റീലെവൽ എന്ന പ്ലാറ്റ്ഫോമിനെ വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ഇതിലെ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നല്ല ജോലി ലഭിച്ചേക്കാം. ഈ പ്ലാറ്റ്ഫോമിലൂടെ ജോലി നേടുന്നതിന് നിങ്ങൾക്ക് ഡിഗ്രി വേണമെന്നോ എക്സ്പീരിയൻസ് വേണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ആകെ ആവശ്യമുള്ളത് സ്കിൽ മാത്രമാണ്. അത് നിങ്ങൾ റീലെവലിന്റെ ടെസ്റ്റിൽ പ്രൂവ് ചെയ്താൽ മതി. റീസെന്റായി ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിൽ 10 ടെസ്റ്റ് കാറ്റഗറീസ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ബിസിനസ് ഡെവലപ്മെന്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ്, പ്രൊഡക്ട് മാനേജ്മെന്റ്, HR ആൻഡ് ഓപ്പറേഷൻ തുടങ്ങിയ ഡ്രീം ജോബ്സ് വെറും 15 ദിവസം കൊണ്ട് നേടാം. അതായത് ക്രെഡ്, അപ്ഗ്രേഡ്, പേടിഎം, മീഷു, യാത്ര എന്നിങ്ങനെയുള്ള കമ്പനികളിൽ 15 കോടിയിലധികം വർത്തായിട്ടുള്ള ജോലികൾ പോലും ലഭിക്കുന്നു. മാത്രമല്ല, ആപ്പിൾ മാക്ബുക്ക്, ഐഫോൺ തുടങ്ങിയ സമ്മാനങ്ങൾ ഓരോ മാസവും ടോപ്പ് കാൻഡിഡേറ്റ്സിന് നൽകുന്നു. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള അശ്വന്ത് SS ഫ്രാഞ്ചൈസ് ബസാറിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവായി മാറിയിരിക്കുന്നു. ഇദ്ദേഹം ഒരു റീലെവൽ അച്ചീവറാണ്. നിങ്ങൾക്കും ഇതുപോലെ ആകുന്നതിന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ടെസ്റ്റിന് ആവശ്യമായ റെഫറൻസ് മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, സാമ്പിൾ പേപ്പേഴ്സ് എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ 2 കമ്പനികളുടെ ടെസ്റ്റിൽ ഒന്ന് പങ്കെടുത്തു നോക്കൂ. ബിസ്ലറി കമ്പനിയിലും പേടിഎം കമ്പനിയിലും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിന്റെ ടെസ്റ്റിൽ വേഗം തന്നെ ഒന്ന് പങ്കെടുത്തു നോക്കൂ. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 1 രൂപ ചെലവില്ലാത്ത ഈ ടെസ്റ്റിൽ പങ്കെടുത്തു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ശരി, നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം.
അടുത്തത് നമ്പർ 2, ഹിസ്റ്റോറിക്കൽ ഹെസിറ്റേഷൻ. ഒരു ഉദാഹരണം പറയട്ടെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു ഡ്രീം കാണുവാൻ തുടങ്ങി. നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ ഡ്രീം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാനും തുടങ്ങി എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടുന്ന കാര്യത്തിൽ നിങ്ങൾ തോറ്റുപോയി എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി, എന്നാൽ അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ വേണ്ടത്ര പണിയെടുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് കരിയറിലേക്ക് നിങ്ങളെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ അത് നടന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലാതെയാകും. ഇനിയും ഇതിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ അതേ തോൽവിയുടെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് ഭയമാണ്. ഇങ്ങനെ പാസ്റ്റിൽ നിന്നുണ്ടായ ഫെയിലിയർ എക്സ്പീരിയൻസുകൾ നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വിലക്കും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിയന്ത്രിക്കുന്നില്ല. ഒരു തവണ നിങ്ങൾ തോറ്റു എന്നതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ വിജയിക്കുകയില്ല എന്നതിന് അർത്ഥമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരുപാട് തവണ തോറ്റു കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ വിജയം അടുത്താണ് എന്നാണ് അർത്ഥം. ഞാൻ ഇക്കാര്യത്തിൽ തോറ്റുപോയി എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട മോട്ടിവേഷനെ തടയുന്ന ഒരു ഫാക്ടറായിരിക്കും. അതിനാൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തോറ്റുപോയാൽ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കണം. എന്നാൽ ആ തോൽവിയെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകണം. അടുത്തത് നമ്പർ 3, മ്യൂച്വൽ പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ ഐഡിയൽ പേഴ്സണായി കാണുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സക്സസിന്റെ കാര്യത്തിൽ താഴെയാണോ നിൽക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നാശം ആരംഭിക്കുകയായി. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളെ ഒരു സെലിബ്രിറ്റിയോടൊപ്പം കമ്പയർ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ആ കമ്പാരിസൺ കാരണം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുകയെന്ന് അറിയുമോ? നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചും നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതിനെ കുറിച്ചും ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള തെറ്റായ കമ്പാരിസൺ നിങ്ങളുടെ മോട്ടിവേഷനെ താഴേക്ക് തള്ളിയിടും. ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. നിങ്ങളും ആ സെലിബ്രിറ്റിയും ജീവിക്കുന്നത് 2 രീതിയിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത കമ്പാരിസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എംപവർ ചെയ്യുവാനും മോട്ടിവേഷൻ ചെയ്യുവാനും സാധിക്കുകയില്ല. എന്നാൽ അതേസമയം കമ്പയർ ചെയ്യാം, എന്നാൽ അതിനൊരു ഹെൽത്തി കമ്പാരിസൺ ആവശ്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫ്രണ്ട്സുമായി നിങ്ങൾക്ക് നിങ്ങളെ കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ കൂട്ടുകാരെയോ മറ്റോ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതമാണോ നയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എന്റെ കൂട്ടുകാർ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് കമ്പയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും തമ്മിൽ ആംബിഷനിലും വർക്കിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ രീതിയിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടായേക്കാം. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആരുടെ കൂടെയും നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അത് നിങ്ങളുടെ മോട്ടിവേഷനെ താഴേക്ക് കൊണ്ടുപോകും. നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നവരോട് വേണം നിങ്ങൾ ചലഞ്ച് ചെയ്യുവാൻ. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റും. അടുത്തത് നമ്പർ 4, ക്രോണിക് ഇൻഡിഫറൻസ്. നിങ്ങൾ ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആളാണോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എങ്കിൽ നിങ്ങളുടെ പാഷൻ ഒരിക്കലും പുറത്തു വരാതെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കും. നിങ്ങളുടെ ലൈഫിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതിനാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ യാതൊരു ഡിഫറൻസും ഉണ്ടാവുകയില്ല. ഇതിനുള്ള ഒരേ ഒരു വഴി, നിങ്ങൾ ധാരാളം പഠിക്കണം. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ധാരാളം സമയം ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അടുത്തത് നമ്പർ 5, ഡയറക്ഷണൽ ഡിസിൻട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഡിഗ്രി നേടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ ബോറിംഗ് ആയ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഏത് സ്റ്റേജിൽ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കൂ. അതായത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിന്റെ പിന്നാലെയാണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കിതെല്ലാം ഒരു അർത്ഥമുള്ള കാര്യമായി തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതം എന്നാൽ അത് നമ്മുടെ പാഷനെയും നമ്മുടെ താല്പര്യത്തെയും നേടിയെടുക്കുന്ന ഒന്നായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ജോലി പിന്നീട് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ഡിഗ്രി നേടുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ 100% ബോറിംഗ് ആക്കി മാറ്റുകയാണെങ്കിൽ എന്തിനാണ് ആ ഡിഗ്രി വാങ്ങുന്നത്? നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുവാൻ വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കുവാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമും ലൈഫും ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എത്ര കംഫർട്ട് ആണെങ്കിലും നിങ്ങൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി എടുത്ത് തൂക്കി എറിഞ്ഞ് നിങ്ങൾ വേറൊരു ജോലി അന്വേഷിക്കുകയാണ് വേണ്ടത്. അടുത്തത് നമ്പർ 6, റിപ്പിറ്റേറ്റീവ് സൈക്കിൾസ്. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിങ്ങൾ മുഴുകിപ്പോയി കഴിഞ്ഞോ? എല്ലാ ദിവസവും നിങ്ങളുടെ ആ സോഷ്യൽ മീഡിയ പേജുകൾ നീക്കിക്കൊണ്ടേയിരിക്കുകയാണോ? അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലെങ്കിലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ നീക്കിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തെയും ടൈമിനെയും വേസ്റ്റ് ആക്കുന്ന ഈ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൈക്കിളിൽ നിങ്ങൾ പെട്ടുപോയോ? ഇതിൽ 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ബോധപൂർവമല്ലാതെ നിങ്ങളുടെ ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയം വേഗം പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഒരുപാട് മണിക്കൂറുകൾ പോലും നിങ്ങൾക്കൊരു മിനിറ്റ് ആയിട്ടേ തോന്നുകയുള്ളൂ. കണ്ണടച്ച് തുറക്കുന്നത് പോലെ ആയിരിക്കും സമയം പറക്കുന്നുണ്ടാവുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ യാതൊന്നും ചെയ്യാതെ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ കടന്നു പോയിട്ടുണ്ടാവും.
മറ്റൊരു പ്രശ്നം, ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനിടെ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ വിട്ടുപോകും. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ട ചില ജോലി കാര്യങ്ങൾ പോലും നിങ്ങൾ മറന്നുപോകും. ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രൊഡക്റ്റീവായ കാര്യങ്ങളെ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾക്ക് ഒരിക്കലും ആ കടന്നുപോയ സമയത്തെ തിരിച്ചെടുക്കുവാനും കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നഷ്ടപ്പെടുത്തിയ എല്ലാ സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോയി കഴിഞ്ഞു. ശരി, ഇനി നിങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോൾ കയ്യിലുള്ള സമയത്തിന്റെ അഡ്വാൻറ്റേജ് എടുക്കുവാൻ നോക്കൂ. ആ ഡിസ്ട്രാക്ഷന്റെ പാറ്റേണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ. നിങ്ങളെ നശിപ്പിക്കുന്ന ആ സൈക്കിളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ പാഷനിലും ആംബിഷനിലും നിങ്ങൾ മുഴുകിപ്പോകൂ. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്തു തീർത്തേ അടങ്ങൂ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യുവാൻ കഴിയില്ല. അടുത്തത് നമ്പർ 7, മെന്റൽ മെയിൻ്റനൻസ്. നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ എപ്പോഴൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ശരീരത്തിന്റെ ഹെൽത്ത് അല്ല പറയുന്നത്, ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും ഫിസിക്കലായ ഒരു മെയിൻ്റനൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്നാൽ മൈൻഡിനെ മെയിൻ്റനൻസ് ചെയ്യാൻ ആരും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? എന്നാൽ തലച്ചോറിന് വികാസം ഉണ്ടാകണമെങ്കിൽ അതിന് ജോലി കൊടുക്കണം, അതിന് എക്സർസൈസ് കൊടുക്കണം. നിങ്ങളുടെ മനസ്സിനെ ഷാർപ്പാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് എക്സർസൈസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്കറിയുമോ, മസ്തിഷ്കത്തിന് വേണ്ടി മാത്രം വ്യായാമം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ തലച്ചോറിന് വേണ്ടി എക്സർസൈസ് ചെയ്യണം. ഇതിനുവേണ്ടി ബുക്സ്, ബ്രെയിൻ ട്രഷേഴ്സ്, പസിൽസ് തുടങ്ങിയവ ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ വ്യായാമം കൊടുത്തുകൊണ്ടേയിരിക്കൂ. അടുത്തത് നമ്പർ 8, അൺഇൻസ്പയറിംഗ് കംഫർട്ട്. നിങ്ങൾ ഇൻസ്പയർ ആണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്ങുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഇൻസ്പിരേഷൻ. ഈ ഇൻസ്പിരേഷൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് നിങ്ങൾക്ക് പർവ്വതത്തിന്റെ മോഡലും കിട്ടും, അല്ല നിങ്ങൾ നടക്കുകയാണെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിൽ പോലും കിട്ടും. എന്നാൽ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നായി നമ്മളെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻസ്പിരേഷന്റെ വേരെന്താണെന്ന് അറിയുമോ? അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. പുതിയ പുതിയ അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇൻസ്പയറിംഗ് ആയി തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിന്ന് അനുഭവം ലഭിക്കുന്നില്ല എന്നതാണ് അർത്ഥം. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ വിവിധമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദ്യം അനുഭവങ്ങൾ നേടിയെടുക്കണം. അതിനായി നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ആദ്യം പുറത്തു കടക്കണം, എന്നിട്ട് പുതിയ അനുഭവങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുവാനായി പോകണം. അടുത്തത് നമ്പർ 9, അൺവാണ്ടഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം നിങ്ങൾക്ക് തൃപ്തികരമാണോ? നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചെല്ലാം ചിന്തിച്ച് നിങ്ങൾ തൃപ്തിയായി തന്നെയാണോ ഇരിക്കുന്നത്? അതോ ഇതൊന്നും പോരാ, വേറെന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? വളരെ കുഴപ്പം പിടിച്ചാൽ നിങ്ങൾക്ക് ചെയ്യുവാനേ കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം പെൻഡിങ്ങിലാക്കി വെച്ചിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാനായി നിങ്ങൾ പരിശ്രമിച്ചിറങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ചിന്തകളും ഉണ്ടായേക്കാം. ഇതാദ്യം നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ തൃപ്തിക്കും സന്തോഷത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ. ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് വൈകിക്കാൻ നിൽക്കാതെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങും. അടുത്തത് നമ്പർ 10, സെൽഫ് ഐസൊലേഷൻ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുവാനാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? മറ്റുള്ളവരുടെ കൂടെ ഇടപഴകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണത്താൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടായി മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ കുറച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് എല്ലാം അകന്നു മാറിക്കൊണ്ട് നിങ്ങൾക്കൊരു ഫുൾ ലൈഫ് ഒരിക്കലും ജീവിക്കുവാൻ കഴിയില്ല. ജീവിതം എപ്പോഴും എല്ലാവരുടെയും കൂടെ ചേർന്ന് അനുഭവിക്കുവാനുള്ളതാണ്. ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പുമായി ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് എത്ര തന്നെ തിരഞ്ഞാലും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. എന്തുകൊണ്ടെന്നാൽ മോട്ടിവേഷൻ ആകട്ടെ, ഇൻസ്പിറേഷൻ ആകട്ടെ, അത് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകാം, ഒരുപക്ഷെ അത് പുറത്തു നിന്നും കിട്ടിയേക്കാം. അതിനാൽ മറ്റുള്ളവരുടെ കൂടെ ഇടപഴകുന്നത് നിങ്ങൾ പൂർണ്ണമായും ഒരിക്കലും നിർത്തിവെക്കരുത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് വേസ്റ്റ് ആക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ രക്ഷപ്പെടൂ. നിങ്ങൾ ജീവിക്കുന്ന ആ സർക്കിളിനെ നിങ്ങൾ വലുതാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ബാഡ് ഇൻട്രോവേർട്ട്നെസ്സിൽ നിന്ന് രക്ഷപ്പെടുകയും സോഷ്യലായി മാറുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരുമായും എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുവാൻ ശ്രമിക്കൂ. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റായി പോകുന്നതിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.